കേരള രാഷ്ട്രീയം പുതിയൊരു ദിശയിലേക്ക് കൈചൂണ്ടി നിൽക്കുമ്പോഴാണ് വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദമേറുന്നത്. പൂവിരിച്ച പാതയല്ല മുന്നിലുള്ളത്. കല്ലും മുള്ളും നിറഞ്ഞ വഴിത്താരകളെ ആത്മവിശ്വാസവും കഠിനാധ്വാനവും കൊണ്ട് മറികടക്കുകയാണ് വി.ഡി. സതീശന് മുന്നിലുള്ള ദൗത്യം. കാലം പരുവപ്പെടുത്തിയെടുത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് വി.ഡി. സതീശൻ. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം ചുവട് വയ്ക്കുന്നു എന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയും. കോൺഗ്രസിന്റെ ജനാധിപത്യ അടിത്തറയിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്താണ് സതീശൻ വളർന്നത്. പാർട്ടിയുടെ മൂല്യങ്ങളിൽ എന്നും അടിയുറച്ചു തന്നെ നിന്നു. പക്ഷേ അപ്പോഴും സ്വന്തമായ നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും അദ്ദേഹത്തിനുണ്ട്. പരിസ്ഥിതി വിഷയങ്ങളിലെ പാറ പോലെ ഉറച്ച നിലപാടുകളിൽ ഒരിക്കലും പായൽ പുരണ്ടിട്ടില്ല. സാമ്പത്തിക തത്വശാസ്ത്രങ്ങളിലെ ആഴത്തിലുള്ള അറിവ് സതീശനിലെ രാഷ്ട്രീയക്കാരനെ വേറിട്ട് നിർത്തുന്നു. നിയമസഭയിലെ പ്രസംഗങ്ങൾ വിഷയങ്ങളുടെ ആഴങ്ങളിലേക്കുള്ള ഒരു വാക്ക് യാത്രയാണ്. സഭാ ചട്ടങ്ങളും റൂളുകളും സംബന്ധിച്ച് ഈ നിയമസഭാ സാമാജികനുള്ള അറിവിന് ആഴവും പരപ്പുമേറെ. എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ വടശ്ശേരി ദാമോദരമേനോന്റെയും വിലാസിനി അമ്മയുടെയും മകനായി ജനനം. നെട്ടൂർ SV UP സ്കൂൾ, പനങ്ങാട് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം. തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, ലോ കോളേജ് എന്നിവിടങ്ങളിൽ ഉപരിപഠനം. വിദ്യാർത്ഥി ജീവിതകാലത്തു തന്നെ സജീവ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിരുന്നു. KSUവിന്റെ സർഗ സമരപാതകളിൽ സതീശൻ നിറസാന്നിധ്യമായി. തേവര കോളേജിൽ നിന്ന് ആർട്സ് ക്ലബ് സെക്രട്ടറിയായി വിജയിച്ചു. പിന്നീട് MG, കേരള യൂണിവേഴ്സിറ്റികളിൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1986-87 MG സർവകലാശാല യൂണിയൻ ചെയർമാനായി. NSU ദേശീയ സെക്രട്ടറിയായും തിളങ്ങി. യുവജന സംഘടനാ രംഗത്ത് നിറഞ്ഞു നിൽക്കുമ്പോഴാണ് 1996 ഇടതുകോട്ടയായിരുന്ന പറവൂരിൽ തിരഞ്ഞെടുപ്പ് അംഗത്തിന് നിയോഗിക്കപ്പെടുന്നത്. തുടർച്ചയായി 2 വട്ടം ജയിച്ച CPIയുടെ P. രാജുവിനോട് 1216 വോട്ടുകൾക്ക് തോൽവി. പരാജയപ്പെട്ടിട്ടും ജനങ്ങളെ പിരിയാതെ ആ യുവ നേതാവ് മണ്ഡല മനസ്സിനോട് ചേർന്നു നിന്നു. ആ കരുതലിനെ പറവൂരുകാർ കൈവിട്ടില്ല. 2001 P. രാജുവിനെ തന്നെ 7434 വോട്ടുകൾക്ക് തോൽപ്പിച്ച് സതീശൻ ആദ്യമായി നിയമസഭയുടെ പടി കയറി. പിന്നീടൊരിക്കലും പറവൂർ VDയെയും VD പറവൂരിനെയും കൈവിട്ടിട്ടില്ല. 2001 മുതൽ കേരളീയ പൊതുസമൂഹത്തിൽ സ്വന്തമായൊരിടം വി.ഡി. സതീശൻ കാത്തുസൂക്ഷിച്ചു. ലോട്ടറി വിവാദത്തിൽ നടത്തിയ ഇടപെടലോടെയാണ് വി.ഡി. സതീശൻ സംസ്ഥാന തലത്തിൽ ശ്രദ്ധ നേടുന്നത്. ഇടത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയ സംഭവത്തിൽ ധനമന്ത്രി തോമസ് ഐസക്കുമായി വി.ഡി. നേർക്കുനേർ കൊമ്പുകോർത്തു. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടന്ന ആ ആശയ പോരാട്ടം സമാനതകളില്ലാത്തതായിരുന്നു. കഴിഞ്ഞ 5 വർഷവും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കേരളീയ പൊതുരംഗത്ത് സതീശൻ നിറഞ്ഞു നിന്നു. സഭയ്ക്കകത്ത് മാത്രമല്ല പുറത്തും വി.ഡി. സതീശൻ പൊതുപ്രവർത്തകർക്കുള്ള പാഠപുസ്തകമാണ്. 2.5 പതിറ്റാണ്ടായി പറവൂരിന്റെ സുഖദുഃഖങ്ങളിൽ ഈ ജനകീയ MLA ഉണ്ട്. പ്രളയം വിഴുങ്ങിയ നാടിനെ ചേർത്ത് പിടിക്കുകയായിരുന്നു പറവൂരുകാരുടെ സ്വന്തം വി.ഡി. സർക്കാർ സംവിധാനങ്ങളുടെ ചുവപ്പുനാടകൾ അഴിയാൻ കാലതാമസമുണ്ടായപ്പോൾ ഒട്ടേറെ സുമനസ്സുകളുടെ സഹായത്തോടെ സതീശൻ അതിജീവന തോണിയുടെ അമരം നിയന്ത്രിച്ചു. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് മുന്നോട്ടുള്ള ജീവിത വഴികളിൽ പുനർജനിയുടെ വഴിവിളക്കുമായി മുന്നേ നടക്കുകയായിരുന്നു ഈ ജനപ്രതിനിധി. ഒടുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം വി.ഡി. സതീശനെ തേടിയെത്തുമ്പോൾ കാലവും ചരിത്രവും സാക്ഷി. ന്യൂസ് ഡെസ്ക് DCV.